ചേട്ടാ വാണിംഗ് ടാപ്പ് ഒട്ടിക്കാൻ വേണ്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഹെവി ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു സൈഫൈ റിംഗ്ലറ്റ് കിട്ടും. അതിനാണ് പരിപാടി. ഇറങ്ങാൻ കേട്ടോ. അടിപൊളിയായിട്ട് മിനിക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഞാനൊന്നും ഇവിടെ ഒന്നും കഴിവൂല. നല്ല മണവും നോക്കട്ടെ. കാണാനില്ല കേട്ടോ. നേരെ പോയി മൊബൈലൊക്കെ ചാർജ് ചെയ്യണം. ഫുഡ് കഴിക്കേണ്ട പ്ലാൻ ഒന്ന് കട വന്നത് വെച്ചിട്ട് ശേഷമാണ് അത് കിട്ടിയത്. മൂഞ്ചിപ്പോയി. ഹെവി ഫുഡ് റെഡി. മട്ടനും റൈസും കഴിച്ച് ഫുൾ. എന്നാൽ ആ സമയത്ത് ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഇത് കഴിക്കേണ്ടി വരണം. അല്ലെങ്കിൽ ഞാൻ കഴിക്കുമല്ലോ ഇല്ലായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ അത്. അയ്യോ, ഇനി ഇത് കഴിക്കട്ടെ. എങ്ങനെയായാലും കഴിച്ചേ പറ്റൂ. ഉണ്ടാക്കി കഴിഞ്ഞു പോയി. ഇത് ഫ്രിഡ്ജ് വെക്കാൻ പറ്റൂല. റൈസ് ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ റൈസ് എല്ലാം ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിച്ചാൽ കൂടിപ്പോയില്ല. അതുകൊണ്ട് ഫുഡ് കഴിക്കേണ്ട പ്ലാൻ ഏട്ടാ. 7 മണിയായി. ഇനി ജസ്റ്റ് ഫുഡും കഴിച്ചിട്ട് പോകണം. ഡ്യൂട്ടി കയറണം കേട്ടോ. ടൈമായി. ഇന്നലെ വന്ന് എല്ലാം വാരി കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. എടുത്തോണ്ട് പോകാൻ വേണ്ടി ജസ്റ്റ് പോയി കോർണേഷനും പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നേരം കയറണം. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്കിങ്ങിന് മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നോക്കണില്ല. കാരണം നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അല്ലേ, മാർക്കറ്റ് ഓപ്പൺ അല്ല. അത് ഗോൾഡ് വിത്ത് കോയിന് വലിയ ഗുണമുള്ളതൊന്നുമില്ല. മനസ്സിലല്ല. അതാണ് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നോക്കി ഇതുവരെ ഒരു വണ്ടി വന്നില്ല. 9:30 വരുമെന്ന് തോന്നാണ്. മറന്നുകൂടാ. മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്ഡേറ്റ് ചെയ്തതാ. ലീഫ് നോക്കിയതാ. ലീഫ് വരണില്ല. നോക്കിയതാ. പൂവിന് ഒന്നും ആയില്ല. ഇന്ന് ചെക്കിങ്ങിന് വന്നില്ല കേട്ടാ. ട്രേഡിങ്ങിൻ്റെ ഇതും കൂടി നോക്കട്ടെ. മൂവ്മെൻറ്റ് കുറച്ച് ചെറുതാണ് കേട്ടോ. നോക്കിയിട്ട് കാര്യമില്ല. രാവിലെ ഇപ്പം നോക്കാൻ കഴിയില്ലല്ലോ. മാർക്കറ്റ് ലീവ് ആയതുകൊണ്ടാണ് രാവിലെ നോക്കാൻ മടിക്കുന്നത്. എല്ലാം ശരിയാവും. നേരെ പോയി പമ്പ് റൂമൊന്ന് നോക്കണം. കോർണേഷനും നോക്കണം. പോയി കുഴപ്പമില്ല കേട്ടോ. ഇന്നലത്തെ ദിവസം ഒന്നും പറയണ്ട. മൂക്കുമുട്ട കഴിച്ച് അയ്യോ ഒന്നും പറയണ്ട. ഫുഡ് അടിച്ചത് എന്തൊക്കെയോ വാരി കയറ്റി വയറിയൊക്കെ കഴിച്ച്. അപ്പോൾ സ്ഥലമില്ലാതിരുന്നു. ഓടിയാണ് കഴിച്ച് കയറ്റിയത്. അങ്ങനെ ഫുഡ് അങ്ങനെ കഴിച്ചത്. പിന്നെ അതിനുശേഷം അത് വൈകുന്നേരം രാത്രി സെക്യൂരിറ്റിയും കൂടി കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് രാവിലെ എണീറ്റ് ഇന്നലത്തെ എൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഫുഡൊന്ന് റെഡിയാക്കി ചൂടാക്കിയിട്ട് അതിൽ കൂടി മുട്ടയും കൂടി ഇട്ട് ഫ്രൈഡ് റൈസ് പോലെ ചെറുതായിട്ട് ഉണ്ടാക്കി. അതന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കിയത്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് ട്രേഡിങ് നോക്കിയില്ല. ചെറുതായിട്ടൊന്ന് നോക്കി വിട്ടായിരുന്നു രാവിലെ. പിന്നെ കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് അതും ചെറിയൊരു ഇതായിപ്പോയി. നോക്കാൻ പറഞ്ഞ സമയത്ത് അത് ഓഫായിപ്പോയി. പിന്നെ അത് ഓണാക്കേണ്ട ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. കോൾ വിളിച്ചു പോലും പറഞ്ഞില്ല. കുഴപ്പമില്ല. അത് അലർച്ചില്ല. കുഴപ്പമില്ലാതെ അതങ്ങ് പോയി. വലിയ പ്രശ്നമായിരുന്നു അത്. കുഴപ്പമില്ലാതെ അങ്ങ് പോയി അത്. ഓക്കെയാണ്. പിന്നെ ബാക്കി ഡ്യൂട്ടി കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് പോകുന്നു. കുഴപ്പമില്ല. അടുത്ത് വന്ന് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്തൊന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ ഇതും കൂടി നോക്കണം. അനാലിസിസിൻ്റെ ഇതും കൂടി നോക്കണം. എന്തരായി നേരം കൊണ്ട് ഇത് 18 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. 15, 20, 25 മിനിറ്റ് ഉണ്ട്. ഇപ്പോഴുള്ള ഈ സമയത്തുള്ള ട്രേഡ് എങ്ങനെ നോക്കിയാലും എനിക്ക് മനസ്സിലാവൂല. അതൊന്നാണ് വിട്ടത്. ചെറിയ മൂവ്മെന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല.
ആണെങ്കിൽ മറ്റേ ലോട്ടറി അടിക്കുമ്പോൾ വേണമെങ്കിൽ എടുക്കുക. അത് തന്നെ 5 മിനിറ്റിന്റെ ടൈം ഫ്രെയിമില് ഇതിനെ ക്രാക്ക് ചെയ്യുമ്പോൾ ഷോട്ട് എടുക്കുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരും. എത്ര പിപ്പ് കിട്ടുമെന്ന് അറിഞ്ഞോളൂ. ഇനി അടുത്ത് വേറെ പരിപാടിയൊന്നുമില്ല, എഡിറ്റിങ്. അത് തന്നെ, എഡിറ്റിങ് മാത്രം തന്നെ ഉള്ളൂ. ഗെയിമൊന്നും കളിക്കില്ല. നെറ്റ് കറക്റ്റ് അല്ല, പിന്നെ ഫീലിംഗ് വരണം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.